നിങ്ങളുടെ വീട്ടില് രാവിലെ പല്ല് തേക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ടൂത്ത് പേസ്റ്റ് ആണല്ലേ? പക്ഷേ നമ്മുടെ അച്ഛനമ്മമാരുടെയും മുത്തശ്ശന്മാരുടെയും ഒക്കെ കാലത്ത് ഉമിക്കരിയായിരുന്നു താരം. അപ്പോ ഒരു ചോദ്യം ബാക്കിയാണ്. ഈ ഉമിക്കരിയും ടൂത്ത് പേസ്റ്റും തമ്മിൽ ഏതാണ് ശരിക്കും നമ്മുടെ പല്ലുകൾക്ക് ഏറ്റവും നല്ലത്? പാരമ്പര്യമാണോ അതോ പുതിയ കാലത്തെ സയൻസ് ആണോ ജയിക്കുക? നമുക്കിതിന്റെ പിന്നിലെ കാര്യങ്ങളൊന്ന് നോക്കാം. ഹോ, ഈയൊരു വാചകം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പോലെ ഒരു രംഗം വരില്ലേ? കിണറ്റിൻകരയില് ഉമിക്കരി കൊണ്ട് പല്ലു തേച്ച് കറ പിടിച്ച പല്ലും കാട്ടി ചിരിക്കുന്ന കുറേ കുട്ടികള്. ശരിക്കും അതൊരു കാഴ്ച തന്നെയായിരുന്നു. അത് വെറുമൊരു ശീലം മാത്രമായിരുന്നില്ല അല്ലേ, നമ്മുടെയൊക്കെ ഒരു സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായിരുന്നു. ആ ഒരു ഓർമ്മയിൽ നിന്ന് തന്നെ നമുക്ക് ഈ വിഷയമൊന്ന് ചർച്ച ചെയ്തു തുടങ്ങാം. അപ്പൊ ശരി, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്വന്തം ഉമിക്കരിയെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് ഈ ഉമിക്കരിയോടൊരു ചരിത്രം? നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിനെത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു നോക്കാം. അപ്പോ എന്താണ് ഈ ഉമിക്കരി എന്നറിയാത്തവർക്കായിട്ട് പറയാം. സംഗതി വളരെ സിമ്പിളാണ്. നെല്ല് കുത്തിയെടുക്കുമ്പോൾ കിട്ടുന്ന ഉമിയില്ലേ, ആ നെല്ലിന്റെ പുറത്തുള്ള തോട്, അതെടുത്ത് കത്തിക്കുമ്പോൾ കിട്ടുന്ന കറുത്ത പൊടി, അതാണ് ഉമിക്കരി. പേര് പോലെ തന്നെ ഉമിയും കരിയും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിൽ വേറെ കെമിക്കലുകൾ ഒത്തുമില്ല. 100% നാച്ചുറൽ. പണ്ടത്തെ കേരളത്തിലെ തറവാടുകളിലൊക്കെ ഇതൊരു ഒഴിവാക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു അല്ലേ? കിണറ്റിന്റെ അടുത്തൊരു മൺകുടത്തിലോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ഡബ്ബയിലോ ഈ ഉമിക്കരി ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. രാവിലെ എണീറ്റു വന്ന് എല്ലാവരും അവിടെ നിന്നാണ് പല്ല് തേക്കുന്നത്. നമ്മുടെ ജീവിതം അന്ന് നെൽകൃഷിയുമായി അത്രയധികം ബന്ധപ്പെട്ട് കിടന്നതുകൊണ്ട് തന്നെ ഉമിക്കരി എന്ന് പറയുന്നത് വെറുമൊരു പല്ല് തേക്കാനുള്ള പൊടി മാത്രമായിരുന്നില്ല. ശരിക്കും അതൊരു ജീവിത രീതിയുടെ ഭാഗം തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ പാരമ്പര്യത്തിന്റെ കാര്യവും പഴയ ഓർമ്മകളും ഒക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്നത്തെ കാലത്ത് സയൻസിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഉമിക്കരിയും ടൂത്ത് പേസ്റ്റും തമ്മിൽ ശാസ്ത്രീയമായിട്ട് എന്ത് വ്യത്യാസമാണുള്ളത്? അതാണ് നമുക്കിനി അറിയേണ്ടത്, അല്ലേ? അപ്പോ ഇവ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാല് അതവ പ്രവർത്തിക്കുന്ന രീതിയിലാണ്. ഉമിക്കരി പല്ല് വൃത്തിയാക്കുന്നതെങ്ങനെയാ? അതിലെ ചെറിയ തരികള് പല്ലിൽ ഉരസിയിട്ട്, ഇതിനെയാണ് നമ്മൾ അബ്രേസീവ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇതിലെ പ്രധാന ഘടകം സിലിക്കയാണ്. പക്ഷേ ടൂത്ത് പേസ്റ്റിന്റെ കാര്യം അങ്ങനെയല്ല. അത് ഫ്ലൂറൈഡ് പോലെയുള്ള കെമിക്കൽസ് ഉപയോഗിച്ചാണ് പല്ലിന് സംരക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഫിസിക്കലായിട്ട് ക്ലീൻ ചെയ്യുന്നു, മറ്റൊന്ന് കെമിക്കലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതാണ് വ്യത്യാസം. ഇനി കേട്ടോളൂ, ശരിക്കും രസമുള്ളൊരു കാര്യം. നമ്മുടെ പഴയ ആൾക്കാര് വെറും ഉമിക്കരി മാത്രമല്ല ഉപയോഗിച്ചിരുന്നത്. അവർ ശരിക്കും ഒരു കസ്റ്റമേഡ് ടൂത്ത് പൗഡറാണ് ഉണ്ടാക്കിയിരുന്നത്. ആ ഉമിക്കരിയിൽ കുറച്ച് ഉപ്പും ഗ്രാമ്പു പൊടിച്ചതും കുരുമുളകും ചിലപ്പോൾ ചുക്കുപൊടിയുമൊക്കെ ചേർക്കും. എന്തിനാണെന്നോ? അവർക്കറിയാമായിരുന്നു ഉപ്പ് വായിലെ ആസിഡ് ലെവൽ നിയന്ത്രിക്കുമെന്നും ഗ്രാമ്പുവും കുരുമുളകും ചെറിയ അണുക്കളെയൊക്കെ കൊല്ലുമെന്നും ചുക്ക് മോണയിലെ നീര് കുറയ്ക്കുമെന്നുമൊക്കെ. ഇത് വെറുമൊരു അന്ധവിശ്വാസമൊന്നുമല്ല. ആയുർവേദത്തിലൊക്കെ ഇതിന് വ്യക്തമായ സ്ഥാനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ അന്നത്തെ സയന്റിസ്റ്റുകളായിരുന്നു. പക്ഷേ ടൂത്ത് പേസ്റ്റിന്റെ യഥാർത്ഥ ശക്തി എവിടെയാണെന്നറിയോ? ഫ്ലോറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ പല്ലിൽ പോടുവരാനുള്ള സാധ്യത 24% വരെ കുറയുമെന്ന്. ഒന്നാലോചിച്ചു നോക്കൂ, ഇത്രയധികം മധുരം കഴിക്കുന്ന നമ്മുടെയൊക്കെ ഈ കാലത്ത് ഇതൊരു ചെറിയ കാര്യമല്ല അല്ലേ? അപ്പോ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഒരു ഭാഗത്ത് ഉമിക്കരിയുടെ നാച്ചുറൽ പവർ, മറുഭാഗത്ത് ടൂത്ത് പേസ്റ്റിന്റെ സയന്റിഫിക് പ്രൊട്ടക്ഷൻ. ശരി, ഇനി നമുക്കിവരെ നേർക്കുനേരൊന്ന് നിർത്തി നോക്കാം. ഒരു ഹെഡ് ടു ഹെഡ് കമ്പാരിസൺ. ഓരോന്നിന്റെയും ഗുണങ്ങളെന്തൊക്കെ, ദോഷങ്ങളെന്തൊക്കെ നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. ആദ്യം ഫലപ്രാപ്തി. ടൂത്ത് പേസ്റ്റാണ് പല്ല് ദ്രവിക്കുന്നത് തടയുന്നത്. ഇനി സുരക്ഷയുടെ കാര്യം. ഉമിക്കരിയുടെ തരികൾ കുറച്ചു വലുതാണെങ്കിൽ അത് പല്ലിന്റെ ഇനാമൽ തേഞ്ഞുപോകാൻ കാരണമാകും. അതേസമയം ടൂത്ത് പേസ്റ്റിലെ ഫ്ലൂറൈഡ് അറിയാതെയാണെങ്കിലും കുട്ടികൾ വിഴുങ്ങിയാൽ അത് പ്രശ്നമാണ്. ഇനി വിലയുടെ കാര്യം നോക്കിയാലോ? ഉമിക്കരിക്ക് സത്യം പറഞ്ഞ ചെലവൊന്നുമില്ല, വീട്ടിലുണ്ടാക്കാവുന്നതല്ലേ. ടൂത്ത് പേസ്റ്റിന് നമ്മൾ കാശു കൊടുക്കണം. അവസാനം പരിസ്ഥിതി. ഉമിക്കരിക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ടൂത്ത് പേസ്റ്റ് ട്യൂബുകൾ ഉണ്ടാക്കുന്ന മലിനീകരണം, അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ടൂത്ത് പേസ്റ്റ് പല്ലിന് സംരക്ഷണം തരും, പോട് തടയും, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ കഥയ്ക്ക് ഒരു മറുവശം കൂടിയുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഹിഡൻ കോസ്റ്റ് ഇതിനുണ്ട്. എന്തൊക്കെയാണ് ഈ ആധുനിക ടൂത്ത് പേസ്റ്റിന്റെ അത്രയ്ക്ക് ആരും സംസാരിക്കാത്ത പ്രശ്നങ്ങൾ? ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് വീട്ടിൽ ചെറിയ കുട്ടികളുള്ളവർ. 1999 നമ്മുടെ ആലപ്പുഴയിൽ തന്നെ നടത്തിയൊരു പഠനത്തിലൊരു കാര്യം കണ്ടെത്തി. കുട്ടികളുടെ പല്ലിൽ കാണുന്ന ചെറിയ വെള്ളപ്പാടുകളില്ലേ, ഡെന്റൽ ഫ്ലൂറോസിസ് എന്ന് പറയും, അത് അന്ന് വ്യാപകമായിരുന്നു. അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നെന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പല്ല് തേക്കുമ്പോൾ പേസ്റ്റ് അറിയാതെ വിഴുങ്ങുന്നതാണ്. ഇതിന്ന് പല മാതാപിതാക്കളെയും അലട്ടുന്നൊരു പ്രശ്നം തന്നെയാണ്.
അപ്പോ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഉമിക്കരിക്കും അതിന്റേതായ ഗുണങ്ങളുണ്ട്, ടൂത്ത്പേസ്റ്റിനുമുണ്ട്. അതുപോലെ രണ്ടിനും ചില ദോഷങ്ങളുമുണ്ട്. അപ്പോൾ പിന്നെ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഉത്തരം ചിലപ്പോൾ ഇത് അല്ലെങ്കിൽ അത് എന്നതിലായിരിക്കില്ല. ഒരുപക്ഷെ ഏറ്റവും നല്ല വഴി രണ്ടും ചേർന്ന ഒന്നായിരിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് കാര്യം എന്താന്ന് വെച്ചാൽ ഇതാണ്. നന്നായിട്ട് അരിച്ച് വളരെ നേരത്തെ പൊടിയാക്കിയ ഉമിക്കരി ആഴ്ചയിലൊരു 2-3 തവണ ഉപയോഗിക്കാം. പല്ലിലെ പുറത്തുള്ള കറകളൊക്കെ പോയി ഒരു നാച്ചുറൽ വെളുപ്പ് കിട്ടാൻ ഇത് സഹായിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ പല്ല് കേടാവുന്നത് തടയാനായിട്ട് ഫ്ലൂറൈഡുള്ളൊരു നല്ല ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുക. പിന്നെ കുട്ടികളുടെ കാര്യം വരുമ്പോൾ അവർ പേസ്റ്റ് തുപ്പിക്കളയുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പക്ഷെ എല്ലാത്തിനും ഉപരിയായിട്ടൊരു കാര്യം ഓർക്കുക. നിങ്ങളുടെ പല്ലിന് ഏറ്റവും നല്ലത് എന്താണെന്ന് പറയാൻ ഒരു ഡെന്റിസ്റ്റിനാണ് കഴിയുക. അതുകൊണ്ട് ഒരു ഡോക്ടറുടെ ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോ അവസാനം നമ്മൾ എന്താണ് ഇതിൽ നിന്നും പഠിക്കുന്നത്? ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശിമാരുടെ ആ പഴയ അറിവുകളെയും ഇന്നത്തെ പുതിയ സയൻസിനെയും ഒരുപോലെ ബഹുമാനിക്കുക എന്നതാണ്. പാരമ്പര്യത്തെ കണ്ണടച്ച് തള്ളിക്കളയുകയും വേണ്ട, അതേസമയം പുതിയ ടെക്നോളജിയെ അപ്പാടെ വിശ്വസിക്കുകയും വേണ്ട. രണ്ടിനെയും ബുദ്ധിപരമായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് വേണ്ടത്. ചിലപ്പോൾ ആഴ്ചയിൽ കുറച്ച് ഉമിക്കരിയും ബാക്കി ദിവസങ്ങളിൽ കുറച്ച് ഫ്ലൂറൈഡ് പേസ്റ്റും കൂടെ നമ്മുടെ കുറച്ച് ശ്രദ്ധയും കൂടി ചേരുമ്പോൾ ഒരുപക്ഷെ അതാവാം നമ്മുടെയൊക്കെ ആരോഗ്യകരമായ ആ പുഞ്ചിരിയുടെ യഥാർത്ഥ രഹസ്യം.